സമയം 10:45. ഭയങ്കരമായിട്ടുള്ള ടെൻഷനാണ് എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്നുള്ളത്. നല്ല ടെൻഷനുണ്ട്. ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പോഴാണ് അതിൻ്റെ ഒരു എന്താ പറയുക ശരിക്കുള്ള ഒരു റിസൾട്ട് അറിയാൻ പറ്റുക. സോ നല്ലതായാൽ മതിയായിരുന്നു. ഇത് കഴുകുമ്പോൾ എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. വലിയൊരു സംഭവമായിട്ട് കഴുകുന്നില്ല, ഉരച്ച് കഴുകുന്നില്ല, ജസ്റ്റ് ഒരു മൈൽഡ് വാഷ്. ഇതിന് ശേഷം എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം ഗൈസ്. അപ്പോൾ ഇതൊക്കെ കഴുകാനുള്ള കൂട്ടത്തിൽ നമ്മൾ ഇടാൻ പോവുകയാണ്. കഴുകിയതിന് ശേഷം ഇങ്ങനെയൊക്കെ ഉണ്ടാവണേടാ കുട്ടാ. ഒരു മണിക്കൂറാണെന്നല്ല, മണിക്കൂറുകളുടെ കഷ്ടപ്പാടാണ്. ഇപ്പോൾ ഓൾറെഡി ഞാനിപ്പോൾ ഫുഡ് കഴിച്ചു വന്നു. 10:40. ഞാൻ 10 മണിക്ക് ഇരിക്കാമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ ടൈമൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പാളിപ്പോയി. അപ്പോൾ ഇന്നോട്ട് നമ്മൾ ട്യൂഷൻ തുടങ്ങി. ട്യൂഷൻ രാവിലെ 5:30 തൊട്ട് 8 മണി വരെ ഉണ്ടായിരുന്നു ട്യൂഷൻ. അതിനുശേഷം സ്കൂള് തുറക്കുന്ന കാരണം കൊണ്ട് 8 മണിക്ക് ട്യൂഷൻ കഴിഞ്ഞ് ഇനിയിപ്പോൾ എനിക്ക് 3 മണി വരെ റെസ്റ്റാണ്. റെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. ബാങ്കിലൊന്ന് പോകേണ്ടി വരും, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ 3 മണി തൊട്ട് അവിടെ നിന്ന് ട്യൂഷനാണ്. പക്ഷേ ഈ ട്യൂഷൻ ഇന്ന് തുടങ്ങുമ്പോൾ ഭയങ്കര ടെൻഷൻ അടിക്കാൻ പോകുന്ന ഒരു ദിവസമാണ്. ഞാൻ ഇന്ന് മുന്നത്തെ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പരീക്ഷയുടെ സമയത്തല്ല നമുക്ക് ടെൻഷൻ. പരീക്ഷ കഴിഞ്ഞിട്ട് ഈ ട്യൂഷൻ എടുക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാകുന്നത് പരീക്ഷ കഴിഞ്ഞ് വരുന്ന റിസൾട്ട് ഉണ്ടല്ലോ. പിള്ളേർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പരീക്ഷ ടൈമിൽ ടെൻഷൻ, പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഹാപ്പി. പിന്നെ പരീക്ഷ പേപ്പർ കിട്ടുമ്പോൾ ചെറിയൊരു ടെൻഷൻ ഉണ്ടാവും, ഇല്ല ഞാൻ പറയുന്നില്ല. പക്ഷെ അവരെക്കാൾ ആ ടെൻഷൻ നമുക്കാണ് കൂടുതൽ. പ്രഷർ വരും നമുക്ക് ഭയങ്കരമായിട്ട്. അപ്പോൾ ഇന്നറിയാം ആ റിസൾട്ട്. ഇപ്പോൾ 10:45 ഇപ്പോൾ ഏകദേശമൊക്കെ ക്ലാസ്സുകളിൽ ഇങ്ങനെ പൊരിയുന്നുണ്ടായിരിക്കും എന്തായാലും. കാര്യം പേപ്പറൊക്കെ ഇങ്ങനെ കൊടുത്ത് ഓരോരുത്തർക്ക് ഇങ്ങനെ വരുന്നുണ്ടാവും. എല്ലാവർക്കും കിട്ടണമെന്നില്ല, എന്നാലും എല്ലാം കിട്ടണമെന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു സബ്ജക്റ്റെങ്കിലും കിട്ടിയിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. എന്താവും എന്തോ. സമയം 10:45. ഭയങ്കരമായിട്ടുള്ള ടെൻഷനാണ് എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്നുള്ളത്. നല്ല ടെൻഷനുണ്ട്. ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പോഴാണ് അതിൻ്റെ ഒരു എന്താ പറയുക ശരിക്കുള്ള ഒരു റിസൾട്ട് അറിയാൻ പറ്റുക. സോ നല്ലതായാൽ മതിയായിരുന്നു. അതാലോചിച്ചിട്ട് നമുക്ക് തയ്യാറുകളായില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള പണിയിലേക്ക് കിടക്കാനുണ്ട്, എനിക്ക് പഠിക്കാനുണ്ട്. ഞാനിപ്പോൾ ഇന്നലെ ഒരു പോർഷൻ ഇങ്ങനെ വെച്ചിരുന്നു. ആ പോർഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് കണ്ടിന്യൂഷൻ വേണം. നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ടത് കൺസിസ്റ്റൻസിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ വ്ളോഗ് എന്ന് പറയുന്ന സംഭവം ഇടയ്ക്കിടയ്ക്ക് ഇടും എന്നൊക്കെ വിചാരിക്കുമെങ്കിലും പറ്റാറില്ല പലപ്പോഴും. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ക്ലാസ് തുടങ്ങുമ്പോൾ ഇത്ര നാളുണ്ടായ ആ ഒരു 10 ദിവസത്തെ ഗ്യാപ്പ് പോലും എനിക്കുണ്ടാവില്ല. വളരെ തിരക്കായിരിക്കും. ശനി ഞായറൊക്കെ തിരക്കായിരിക്കും. ഭയങ്കരമായിട്ടുള്ള തിരക്കിലേക്കാണ് ഇനി പോകുന്നത്. സോ അതിൽ എന്തെങ്കിലും നേരം കണ്ടെത്തി, പഠിക്കാനും നേരം കണ്ടെത്തി, ഇതൊക്കെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകണം എന്ന് പറഞ്ഞാൽ വലിയൊരു പണിയാണ്. ഞാനിപ്പോഴും പറയുന്നു, യൂട്യൂബ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പാഷനായിട്ട് കൊണ്ടു നടക്കാം, വീഡിയോ ഇടാം, വ്ളോഗ് ചെയ്യാം. നമുക്ക് മണി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിലൂടെ ഏൺ ചെയ്യാമെന്ന് പറയുന്നത് സെക്കൻഡറി തിങ് ആയിട്ട് എല്ലാവരും മനസ്സിൽ വയ്ക്കുക. ഫസ്റ്റ് തന്നെ എനിക്ക് ഇതിൽ നിന്ന് ഏൺ ചെയ്ത് വലിയ കോടീശ്വരനാവണം, ലക്ഷപ്രഭു ആവണം എന്നൊക്കെ വിചാരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു നിരാശാജനകമായി നിങ്ങൾ തോറ്റുമടങ്ങേണ്ടി വരും. എനിക്ക് എത്ര വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല, എന്നാലും ഞാൻ അറിഞ്ഞ ആ ഒരു കുറച്ച് കാര്യങ്ങളിൽ നിന്ന് ഞാൻ പറയുകയാണ്. പക്ഷേ യൂട്യൂബ് എല്ലാവർക്കും തുടങ്ങാം. ഓക്കെ, അപ്പോൾ അതൊക്കെ തുടങ്ങിക്കോളും. ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. ഞാൻ എന്തായാലും പഠിക്കാൻ പോട്ടെ. ഓക്കെ, കുറച്ചായിട്ട് കാണാം. പഠിക്കാനെടുക്കുന്ന നോട്ട് ഇപ്പോൾ ഇത് മുന്നേ കണ്ടിട്ടുള്ളതായിരിക്കും നിങ്ങൾ. ഇത്രയും സിലബസൊക്കെ ഉണ്ട് കവർ ചെയ്യാനായിട്ട്. അതിലിപ്പോൾ ഓൾമോസ്റ്റ് ഇത്രയും ടോപ്പിക്ക് ഞാൻ ഇന്നലെ കവർ ചെയ്തു. പിന്നെ ഇതിൽ മാർക്ക് ചെയ്യാത്ത കുറച്ച് പോയിന്റുകളുണ്ട്, അതും കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് ഞാനിപ്പോൾ കവർ ചെയ്യാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമുക്ക് വൈകിട്ടാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്നതിന് ഞാൻ ഈ നട്ടപ്ര വെയിലത്ത് എവിടേക്കാണെന്നല്ലേ, ഇത് തൃശ്ശൂരിൽ പുല്ലഴി പുതുർക്കര റോഡാണ്. ഈ പുല്ലഴി പുതുർക്കര റോഡ് എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ പെങ്ങളിനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ റോഡ് ഭയങ്കര ശോചനീയമായിട്ടുള്ള അവസ്ഥയിലാണ്. കാരണം ഇത് റോഡ് പണിയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്നത്. എന്നാൽ അത് പാർട്ടായിട്ട് വെട്ടിപ്പൊളിക്കുന്നതിന് പകരം മൊത്തത്തിൽ വെട്ടിപ്പൊളിച്ചിട്ട് നമ്മുടെ ടയറൊക്കെ ഉണ്ടം പരിവാകുന്ന രീതിയിലാണ് ഇതിങ്ങനെ ആക്കി വെച്ചിട്ടുള്ളത്. എൻ്റെ ടയർ ഓൾറെഡി മാറ്റാനുള്ളതാണ്. എന്നാൽ കൂടി ഞാൻ വിചാരിച്ചു വല്ല പൊട്ടലും
പൊടിയിലൊക്കെ ഉണ്ടാവും എന്നുള്ളത്. ഈ റോഡ് കിലോമീറ്ററോളം എങ്ങനെയാണ്. നേരത്തെ കണ്ട വീഡിയോ, ആ വീഡിയോ എന്ന് പറയുന്നത് റോഡിന്റെ ശോചനീയാവസ്ഥ. ഏകദേശം 1 മാസത്തോളം ഇവിടെ അങ്ങനെ ആ ഒരു റോഡ് ആ ഒരു അവസ്ഥയിൽ ആരോട് പറയാൻ എന്തു പറയാം. ഇപ്പം ഞാനിന്ന് ഉച്ചയൂണ് കഴിഞ്ഞു, ഉച്ചയൂണ് ലൈറ്റായിട്ട് കഴിച്ചു. ഇനിയിപ്പോൾ കുറച്ച് നേരം നമുക്കൊന്ന് റെസ്റ്റ് എടുത്തിട്ട് വേണം നമുക്ക് ട്യൂഷന് പോകാനായിട്ട്. ഞാനിന്ന് അധികം ട്യൂഷൻ വ്ളോഗ് എടുക്കണ്ടാവില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് തോന്നി, ശരിക്കും പറഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു ചടങ്ങാണ് ഈ ട്യൂഷനിലെ ഇടയിൽ ചെറിയ രീതിയിലൊക്കെ വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മളും കുട്ടികൾക്കും ഒരു പ്രൈവസി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. ഞാൻ ഇടയ്ക്കൊക്കെ അവരുടെ കൺസേൺ എടുത്തിട്ടാണ് വീഡിയോ എടുക്കാറുള്ളത്. പക്ഷെ ചില സമയങ്ങളിൽ എനിക്ക് തോന്നാറുണ്ട് അവരോട് അവരറിയാതെ ഞാൻ വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ എന്നുള്ളത്. സോ ആ ഒരു പരിപാടി ഞാൻ നിർത്താമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അധികം ട്യൂഷൻ വ്ളോഗുകളൊന്നും നിങ്ങൾ കാണില്ല, ജസ്റ്റ് ഡെയിലി ലൈഫിലുള്ള കാര്യങ്ങൾ മാത്രമേ കാണണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ റെസ്റ്റ് എടുക്കാൻ പോട്ടെ, അതിനുശേഷം നമുക്ക് ട്യൂഷൻ. ഇല്ല അവിടെ പേപ്പറോടെ. ഓ പേപ്പർ കിട്ടി ഗൈസ്, റിഷാന് പേപ്പർ കിട്ടി. ഉണങ്ങാൻ വെച്ചൊക്കെ വെള്ളം മാർക്ക് കൂടി. വിഹാനും പേപ്പർ കിട്ടി ഗൈസ്. റിഷാന് ഫുൾ A ഗ്രേഡ്. ഓ അതിന്റെ ഒരു അഹങ്കാരം അവന്റെ മുഖത്തില്ല ഗൈസ്. എന്താ അവന്റെ ചേട്ടന്റെ ന്യായം കേട്ടോ നീ, ചേട്ടന്റെ ന്യായം കേട്ടോ. ആ 1 മാർക്ക് പോയത് തന്നെയല്ലേ ബി. അതേത് എ ഇംഗ്ലീഷില്, അതേത് ബിയില് മലയാളം. ഓ ശോകമായി ഗൈസ്, ശോകമായി. റിഷാന് മലയാളം. അതെ, പക്ഷെ എന്നിട്ട് നമ്മള് ഇംഗ്ലീഷില് ഫുള്ള് വാങ്ങിച്ചു, പക്ഷെ മലയാളത്തില് പണിപാളി. ഓക്കെ ഫുഡ് കഴിച്ചോ അമ്പടാ. ഓക്കെ പോട്ടെ. ഇനി മാമയ്ക്ക് അടുത്ത ട്യൂഷൻ ക്ലാസ്സിൽ വരും ഇതേപോലത്തെ പേപ്പേഴ്സ്. എന്താവും എന്തോ. നമ്മുടെ വിഹാനും ഋഷാനൊക്കെ പേപ്പർ കിട്ടി. അവരൊക്കെ ചെറിയ ക്ലാസ്സുകളിലാണ്, പക്ഷെ വലിയ ക്ലാസ്സുകളുടെ പേപ്പറുകളും ഇതേപോലെ കിട്ടും. അപ്പോൾ വൈകുന്നേരം ട്യൂഷന് പോകുമ്പോൾ അറിയാം വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, എത്ര പേർക്ക് എങ്ങനെയൊക്കെയാണ് മാർക്ക് കാര്യങ്ങളൊക്കെ. ഭയങ്കര തലവേദന പിടിച്ച പരിപാടിയായിരിക്കും ആ മാർക്ക് ഷീറ്റ് നോക്കുന്നതൊക്കെ. നോക്കാം എന്തായാലും എങ്ങനെയാണ്. ഇനിയിപ്പോൾ പാരൻസിൻ്റെ ഒരു കോളൊക്കെ ഉണ്ടാവും, എന്താണ് ഇങ്ങനെയാണ് മാർക്ക് ഇങ്ങനെ പോയില്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അത് നമുക്ക് ഭയങ്കര പ്രഷറൈസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അത് ട്യൂഷൻ എടുക്കുന്ന ആൾക്കാർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന വളരെ അപൂർവമല്ല വളരെ എന്താ പറയുക എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളിലും ഒന്നാണ് അത്. അപ്പോൾ അങ്ങനെ ട്യൂഷൻ എടുക്കുന്ന ആൾക്കാർ ഈ വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ കൂട്ടത്തിലൊരു കമൻറ്റ് ചെയ്യുക. അപ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഓക്കെ എടുക്കടാ. നമ്മുടെ വിഹാൻ സ്മാർട്ട് വാച്ച് വാങ്ങിച്ചിരിക്കുകയാണ് ഗൈസ്. വിഹാൻ ആൻഡ് റിഷാൻ. സ്മാർട്ട് വാച്ച് ഒന്നുമല്ല, ചെറിയൊരു വാച്ച് അല്ലേ. സ്മാർട്ട് വാച്ച് അല്ല, വെറുതെ ഡിജിറ്റൽ വാച്ച് അല്ലേ. നോട്ടെ. ആ വെറും ഷോക്കുള്ള ചെറിയൊരു വാച്ച്. എത്ര അറിയില്ലല്ലോ. യെസ്, അപ്പൊ അവരത് ഓണാക്കാണ്ട് എടുത്തൂല്ലേ. വിയാന്റെ ഒരു കംപ്ലൈന്റ് ആണ്. നോട്ടെ. ആ ഇതിലിപ്പോ ചുമ്മാ അങ്ങനെ ടൈം കാണിക്കല്ലോ. 8:36 അത്രേ ഉള്ളോ. ഓക്കെ മാമ അടുത്ത ട്യൂഷന് പോട്ടെ. വൈകിട്ട് 8 മണി 8:30. യെസ്, രാത്രി വരെ ട്യൂഷനാണ്. ഓക്കെ ബായ്. അങ്ങനെ ഞാനിപ്പോൾ ട്യൂഷൻ കഴിഞ്ഞ് വന്നേ ഉള്ളൂ. ഇപ്പോൾ സമയം ഏകദേശം 10 മണിയായി. 8 തൊട്ട് 9, 9:45 വരെ ഒരു ട്യൂഷനായിരുന്നു. അത് കഴിഞ്ഞ് വന്നു. അതിന് മുമ്പ് ഞാൻ ഫുഡ് കഴിച്ചിട്ടാണ് പോയത്. ഫുഡൊക്കെ ഞാനിപ്പോൾ പ്രോപ്പറായിട്ട് ആ ഒരു സമയത്തിന് കഴിക്കാൻ നോക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലൊക്കെ സമയം ഉണ്ടാക്കി ഞാൻ കഴിക്കും. പിന്നെ ഇപ്പോൾ എല്ലാം കഴിഞ്ഞൊന്ന് വന്നു. ഇനിയിപ്പോൾ ഇതൊന്ന് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പഠിക്കാണ്ടിരിക്കണം കുറച്ച് നേരം. നാളെ പുലർച്ചെ 5:30ക്കാണ് അടുത്ത ട്യൂഷൻ എന്ന് പറയുന്നത്. സോ എന്താ പറയുക, ഇന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് പേർക്കൊക്കെ പേപ്പർ കിട്ടിയിരുന്നു. പേപ്പർ കിട്ടിയതിൽ കുഴപ്പമില്ലാത്ത മാർക്കുകളൊക്കെ ഉണ്ട് ഒരുവിധം, പക്ഷെ വളരെ വേദനാജനകമായ മാർക്കുകളും അതിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ കുറവ് മാർക്കുള്ള പേപ്പേഴ്സും ഉണ്ടായിരുന്നു.
നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഞാനിങ്ങനെ സാധാരണ പിള്ളേരെ ആദ്യമൊക്കെ ഞാൻ ചീത്ത പറഞ്ഞ് ഇതൊക്കെ കൊടുക്കാറുണ്ട്, ഇമ്പോസിഷനൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ എനിക്ക് മനസ്സിലായി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനും ഒരു പരിധി ഉണ്ടല്ലോ. നമ്മൾ പിള്ളേരെ അടിച്ചടിച്ച് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലൊന്നും യാതൊരു കാര്യമില്ല. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ തന്നെ ഒരു ജനറേഷൻ ഗ്യാപ്പുള്ള കാരണം തന്നെ വേറൊരു രീതിയിലൊക്കെ ചിന്തിക്കുന്ന പിള്ളേരുകളൊക്കെയാണ്. അവരെ ആ ഒരു മയത്തിലും കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ കൊണ്ടുപോയി അങ്ങനെ സംസാരിച്ച് അവരെ ഓക്കെ ആക്കി കൊണ്ടുവരണം. പിന്നെ അവരും കുറച്ചൊക്കെ വിചാരിക്കണം. നമ്മൾ ഈ ട്യൂഷനിൽ ഇവരെ കാണുന്ന 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞ് അവരുടേതായിട്ടുള്ള ടൈം കണ്ടെത്തി പഠിക്കുക എന്നുള്ളതാണ് അവരുടെ ഉത്തരവാദിത്തം. അതിന് അവരെ തന്നെ പ്രാപ്തരാക്കി എടുക്കണം എന്നുള്ളതാണ് ഇത്. അപ്പൊ പാരന്റ്സിനും ഒരു പരിധി ഉണ്ടല്ലോ. അവരെല്ലാവരും ഇപ്പോൾ ഈ കാലത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. എപ്പോഴും പിള്ളേരുടെ പിന്നാലെ നിൽക്കാൻ പറ്റണമെന്നില്ല, അവരുടെ ഹോംവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണമെന്നില്ല. പക്ഷെ എന്നാലും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോകണം. അപ്പൊ പിള്ളേര് പഠിച്ചെടുക്കണം. അപ്പൊ ഇത് കാണുന്ന പിള്ളേരുകളും നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ കാര്യം നിങ്ങൾ തന്നെ നോക്കണം. വേറൊരാളും വരില്ല. എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ തന്നെ നോക്കണം. അതായത് പൈസ ഉള്ളവന്റെ കൂടെ നിൽക്കാൻ കുറേ പേരുണ്ടാവും, പൈസ ഇല്ലാത്തവന്റെ കൂടെ നിൽക്കാൻ ആരും ഉണ്ടാവില്ല എന്ന് പറയുന്ന പോലെ ബുദ്ധിയും ഇതൊക്കെ വെച്ചിട്ട് യുക്തിബോധമൊക്കെ വെച്ചിട്ട് നമുക്ക് ജോലി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാരുണ്ടാവും, ഇല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടാവില്ല. ഈ കാലത്ത് വളരെ കോമ്പറ്റീഷൻ കൂടിയ ഒരു കാലഘട്ടമാണ്. നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ ഗവൺമെന്റ് ടെസ്റ്റ് എഴുതുന്നു, കുറേയൊക്കെ എഴുതുന്നുണ്ട്, കുറേ പേരൊക്കെ ബ്രൈറ്റ് സ്റ്റുഡന്റ് ആയിട്ട് കൂടി കിട്ടാത്തവരുണ്ട്. അപ്പോൾ ആ ഒരു അത്രയും കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സോ നിങ്ങളെല്ലാവരും നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ നല്ലപോലെ പെരുമാറാനും നല്ലപോലെ നോക്കാനും ഒക്കെ പഠിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ പറ്റുള്ളൂ ഗൈസ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വ്ളോഗ് കൂടെ അവസാനിപ്പിക്കുന്നു. ഇനി നാളെ വീണ്ടും 5:30 തൊട്ട് എൻ്റെ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, ബൈ. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും കമൻസോ കാര്യങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.